ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ വസാദിസുഹ വുദൂഇന്റെ ഫർളുകളിൽ ആറാമത്തെ ഫർള് തെർത്തീബാണ്. തെർത്തീബ് എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുക്കളെയും ക്രമപ്രകാരം കൊണ്ടുവരിക, ഓരോന്നിനെയും യഥാസ്ഥാനത്ത് വെക്കുക എന്നൊക്കെ. എങ്ങനെയുള്ള തർത്തീബ്? കമാ ദുക്കിറ, പറയപ്പെട്ടത് പോലെയുള്ള തർത്തീബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക. അതാ പറഞ്ഞത്. എങ്ങനെയാണ് പറഞ്ഞത്? മിൻ തഖ്ദീമി ഒസ്ലിൽ വജ്ഹി, വുദൂഇൽ ആദ്യം നിയ്യത്തോടു കൂടി മുഖം കഴുകുന്നതിനെ മുന്തിക്കണം. എന്നാൽ ഫർദിന്റെ കൂട്ടത്തിൽ ആദ്യമായി പ്രവൃത്തി രൂപത്തിൽ ചെയ്യേണ്ടത് മുഖം കഴുകല. അപ്പൊ പിന്നെ നിയ്യത്തല്ലേ ഒന്നാമത്തത് എന്ന് ഇഷ്കാലാക്കണ്ട. നിയ്യത്ത് എന്നത് കൽബ് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതേസമയത്ത് ബാഹ്യമായി ചെയ്യേണ്ട പ്രവൃത്തികളിൽ ആദ്യത്തേത് മുഖം കഴുകല. അതിന്റെ ഇടയിൽ തെർത്തീബില്ല താനും. നിയ്യത്തിന്റെയും മുഖം കഴുകുന്നതിന്റെയും ഇടയിൽ തെർത്തീബില്ല, മുഖാറനത്ത. എന്നറിയാൻ രണ്ടും ഒന്നിച്ചാണ് വേണ്ടത്. എന്നാ പിന്നെ നിയ്യത്തല്ലേ ആദ്യം പറയേണ്ടതെന്ന് അറിയാൻ കാരണം നിയ്യത്ത് ബാഹ്യമായ പ്രവൃത്തിയല്ല, കൽബ് കൊണ്ട് ചെയ്യുന്നതാണ്. ബാഹ്യമായി ചെയ്യുന്ന പ്രവൃത്തികളിൽ മുഖം കഴുകുന്ന മുന്തിക്കുക. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ആദ്യം മുഖം കഴുകുക. ഫൽ യദൈനി, അനന്തരം രണ്ട് കൈ കഴുകുക. ഫർ റഅസി, പിന്നെ അതിന് ശേഷം തല തടയുക. ഫരിജ്ലൈനി, അനന്തരം രണ്ട് കാല് കഴുകുക. ഈ ക്രമത്തിൽ കൊണ്ടുവരിക. എന്താ അങ്ങനെ കൊണ്ടുവന്നോളന്ന്? ലില്ലിത്തിബായി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തന്നത്. എന്നിട്ട് ഹജ്ജിന്റെ അവിടെയൊക്കെ പറഞ്ഞ ഖുദൂ അന്നീ മനാസികക്കും എന്ന് പറഞ്ഞത് മൊത്തത്തിൽ എല്ലായിടത്തും ബാധകമാണ്. ഹജ്ജിന് മാത്രമല്ല, ഇബാദത്തിന്റെ കർമ്മങ്ങളും ക്രമങ്ങളും എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടുപഠിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇവിടത്തേക്കൊക്കെ ബാധകമാണ്. അതുകൊണ്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം മുഖം കഴുകി, പിന്നെ കൈ കഴുകി, പിന്നെ തല തടകി, പിന്നെ കാല് കഴുകി. ഈ ക്രമത്തിലാണ് ചെയ്ത് കാണിച്ചത്. അപ്പൊ അതുപോലെ നമ്മൾ ചെയ്യണം. അതാണ് ഇത്ബാ, ആണ് തർത്തീബിന് ദലീലായി പറഞ്ഞത്. ഇപ്പൊ വുദൂഇൽ തർത്തീബ് ആറാമത്തെ ഫർളാണല്ലോ. അപ്പൊ ആ ഫർള് ഇല്ലാതിരുന്ന വുദൂ സഹിയാവൂല എന്നാണല്ലോ അതിന്റെ അർത്ഥം. ആലൂര് ഹജ്ജ് സാഹിബ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, ആലൂര് ഹജ്ജി മൂല്യാരുമാണ്, ആജ്യാരുമാണ്, ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പബ്ലിക്കില് ആലൂര് അടിക്കുന്നുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നോക്കി ബാക്കിയുള്ളവർക്ക് കിതാബ് ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ. അപ്പൊ കിതാബ് ഇല്ലാത്തവർക്കും നോക്കാൻ പറ്റും. അതോട് ഖൈറ ഇൻഷാ അല്ലാഹ്. അപ്പോ തെർത്തീബ് വേണം. എന്നാ കാണാത്തൊരു സ്ഥലമുണ്ട് തെർത്തീബ്. അതാ ഞാൻ പറയുന്നത്. വലവിന്നമസ മുഹ്ദിസുൻ, വുദൂ ഇല്ലാത്ത ഒരു മനുഷ്യൻ മുങ്ങിയാൽ, മുങ്ങി വലൗഫി മാഇൻ ഖലീലിൻ, രണ്ട് കൊല്ലത്തിൽ താഴെ വരുന്ന വെള്ളത്തിലാണെങ്കിലും ശരി മുങ്ങി. ഫിഖ്ഹിൽ വെള്ളം പറയുന്നിടത്തൊക്കെ ഖലീല് എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലത്തിൽ താഴെ ഉള്ളത് എന്നാ. രണ്ട് കൊല്ലത്ത് ഏകദേശം 200 ലിറ്ററിന്റെ അടുത്ത് വരുമല്ലോ. അപ്പൊ അതിന്റെ കീഴ്പ്പെട്ടുള്ള ഒരു 100 ലിറ്റർ വെള്ളമുള്ള ഒരു പാത്രത്തിൽ ഒരാൾ മുങ്ങി നോക്കിക്കോളി. രണ്ട് കൊല്ലത്തിൽ താഴെ തന്നെയാണല്ലോ. അങ്ങനെ രണ്ട് കൊല്ലത്തിൽ താഴെ ഉള്ള വെള്ളത്തിലാവട്ടെ, അല്ലാത്ത അധികരിച്ച വെള്ളത്തിലാവട്ടെ, രണ്ടായാലും വേണ്ടിയില്ല അർത്ഥം. എങ്ങനെയാണ് മുങ്ങിയത്? ബിനിയ്യത്തിൻ മുഅ്തബറത്തിൻ മിമ്മാ മറ, മുമ്പ് വുദൂഇന്റെ നിയ്യത്തുകളിൽ പറഞ്ഞ പരിഗണിക്കപ്പെടുന്ന നിയ്യത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിയ്യത്ത്. മുമ്പ് നമ്മൾ കുറെ പറഞ്ഞല്ലോ, വുദൂഇന്റെ ഫർദിനെ വീട്ടുന്നു എന്നോ, വുദൂ എന്ന ഫർദിനെ വീട്ടുന്നു എന്നോ, നിത്യശുദ്ധിക്കാരല്ലാത്തവർക്ക് ചെറിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്നോ, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ തുടങ്ങിയ അവിടെ എണ്ണപ്പെട്ട നിയ്യത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിയ്യത്തോടു കൂടി വെള്ളത്തിൽ ഒരാൾ മുങ്ങിയാൽ അജ്സഅഹു,
ആ മുങ്ങൽ തന്നെ അവന് മതിയാകും അനിൽ വുദൂഇ, വുദൂഇന് പകരം. എന്താ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പോ ഒറ്റ മുങ്ങൽ മുങ്ങിയിട്ട് അങ്ങനെ കയറി പോകുന്നു, എന്നാലും മതി. അപ്പൊ അവിടത്തെ തെർത്തീബ് ഉണ്ടായിട്ടില്ലല്ലോ എന്നോ. അവിടെ ഹുക്മിയായ തെർത്തീബ് എന്നാ പറയാം. അവിടെ ഹഖീഖിയായ തെർത്തീബ്, ബാഹ്യമായ തെർത്തീബ് ഇല്ല, എന്നാലും ഹുക്മിയായ തെർത്തീബ് ഉണ്ട്. അത് മതി എന്നർത്ഥം. അതാണ് തെർത്തീബിന്റെ അവിടെ അത് പ്രത്യേകം പറയാൻ കാരണം. ഇവിടെ മുങ്ങിയോർത്ത് വലോലമ്യംകുസുഫിൽ, ഈ മുങ്ങുന്നതിന് അവൻ താമസിച്ചിട്ടില്ലെങ്കിലും ശരി, സമനൻ യുംകിനു ഫീഹി, സമനൻ ഒരു സമയം, എങ്ങനത്തെ സമയമാണ് യുംകിനു ഫീഹി, ആ സമയത്തിനുള്ളിൽ സാധ്യമാകും അത്തർത്തീബ്, തെർത്തീബിന് സാധ്യമാവുന്ന അത്ര സമയം മുങ്ങി നിന്നിട്ടില്ല, എന്നാലും പ്രശ്നമില്ല. കാരണം അവിടെ പ്രത്യക്ഷത്തിലുള്ള വാഹിറായ തെർത്തീബ് ആവശ്യമില്ലാത്ത സ്ഥലമാണ്. എന്നാൽ അവിടെ തെർത്തീബുണ്ട്. ആ തെർത്തീബിന്റെ പേരാണ് ഹുക്മിയായ തെർത്തീബ് എന്ന് പറയുന്നത്. ഹുക്മിയായ തെർത്തീബ്, അത് മതി അവിടെ. അപ്പൊ അവിടെ ചെറിയ ശുദ്ധി ഉള്ള ആള് വുദൂഇന്റെ എണ്ണപ്പെടുന്ന നെയ്യത്തുകളിൽപ്പെട്ട ഒരു നെയ്യത്തോടു കൂടി 2 കൊല്ലത്തോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിൽ മുങ്ങിയാല് വുദൂ കിട്ടുന്നുള്ളത് ഉറപ്പ്, ഓക്കെ. അതേ സമയത്ത് പ്രശ്നം അവിടെ അല്ല, 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം ഒരാൾക്ക് മുങ്ങാൻ മാത്രം ഉണ്ടാണോ, എന്നാ 2 കൊല്ലത്ത് തികയില്ല. ഒരു 100-150 ലിറ്റർ വെള്ളമേ ഉള്ളൂ. അതിൽ മുങ്ങി വെള്ളത്തിന്റെ അടിയിലെത്തിയതിന് ശേഷം ഞാൻ ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്നോ, വുദൂന്റെ ഫർദിനെ വീട്ടുന്നു എന്നോ, അല്ലെങ്കിൽ വുദൂ എന്ന ഫർദിനെ വീട്ടുന്നു എന്നോ, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയ്യത്താണ് ചെയ്താൽ എന്നാലും വുദൂ കിട്ടൂന്ന്. അതേ സമയത്ത് ഈ മൂപ്പര് ആദ്യം തന്നെ നിയ്യത്ത് വെച്ചു, മനസ്സിലായില്ലേ? ആദ്യം തന്നെ നിയ്യത്ത് വെച്ചുകൊണ്ട് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അയാൾ മുങ്ങിയാല് അയാളെ മുഖം മാത്രം കൈകൾ വീടും, വെള്ളം മുസ്താമനാകും. ബാക്കി കൈകാനും തല തടകാനും കാലുകാനും വേറെ വെള്ളം നോക്കേണ്ടി വരും. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ മുങ്ങിയതിന് ശേഷം വെള്ളത്തിൽ വുദൂഇന്റെ അവയവങ്ങളെല്ലാം വെള്ളത്തിൽ താഴ്ന്നതിന് ശേഷം മുങ്ങിക്കിടക്കുന്ന ആള് ആ മുങ്ങിയ സമയത്ത് നിയ്യത്ത് ചെയ്താൽ ഒന്നിച്ചു കിട്ടും. അപ്പൊ അവിടെ മുഖം കഴുകി അപ്പോത്തിന് ബാക്കിയുള്ളത് മുസ്താമനായി. പിന്നെ കയ്യിൻ്റെതും തല അടങ്ങിയതും കാലിൻ്റെതും മുസ്താമലാണ് എന്ന ഹുക്മ് വരാനില്ല. കാരണം ഇവൻ വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷമാണല്ലോ നിയ്യത്ത് ചെയ്തത്. ആ നിയ്യത്ത് ചെയ്ത സമയത്ത് ഒന്നിച്ച് ഹുക്മിയായ തെർത്തീബായതുകൊണ്ട്, പ്രത്യക്ഷത്തിലുള്ള തെർത്തീബ് ആവശ്യമില്ലാത്തത് കൊണ്ട് അവിടെ സഹിയാവും. അതിപ്പോ 2 കൊല്ലത്തിൽ താഴെയുള്ളവർക്ക് ഇപ്പൊ ഈ പ്രശ്നം വരുന്നുള്ളൂ. എല്ലാത്തോടത്ത് 2 കൊല്ലത്തിലധികം ഉള്ളവർക്ക് പിന്നെ ഇങ്ങനത്തെ പ്രശ്നം നിയ്യത്ത് ചെയ്തുകാണ്ട് ഇറങ്ങിയിട്ട് ആ നിയ്യത്ത് മനസ്സിൽ നിർത്തിക്കൊണ്ട് മുങ്ങിയാലും വേണ്ടിയില്ല. അതെന്നെ മുങ്ങിയിട്ട് വെള്ളത്തിന്റെ അടിയിൽ എത്തിയതിനു ശേഷം നിയ്യത്ത് ചെയ്താലും വേണ്ടില്ല, എങ്ങനെയാലും വേണ്ടില്ല. കാരണം അവിടെ മുസ്താമിൽ എന്നുള്ള ഹുക്മ് വരൂലല്ലോ 2 കൊല്ലത്തിൽ താഴെയുള്ളവർക്ക്. 2 കൊല്ലത്തിൽ താഴെയുള്ളവർക്ക് മുസ്താമിൽ എന്ന ഹുക്മ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആദ്യം മുങ്ങിയിരിക്കണം. മുങ്ങിയതിന് ശേഷം അവയവങ്ങളൊക്കെ വെള്ളത്തിനടിയിലായ സമയത്ത് നിയ്യത്ത് ചെയ്താൽ ആ സെക്കൻഡ് കൊണ്ട് തന്നെ അവന്റെ വുദൂ സഹിയാണ്. അവിടെ തർത്തീബ് ഹുക്മ് മതി. വെള്ളം മുസ്ലിമിനെ ഇഞ്ഞൊരു വുദൂവിനെ പറ്റൂല, വേറെ വിഷയം. എന്നാലും ആ വുദൂ സഹിയാകും. എന്നാൽ ഇതൊക്കെ ഇപ്പൊ മുങ്ങി കുളിക്കുന്നിടത്തുള്ള അവസ്ഥയാ പറഞ്ഞത്. ഞാൻ ഒരു ഇസ്തിദ്റാഖിന്റെ ശൈലിയാണ്, ഇസ്തിദ്റാഖിന്റെ മാന അല്ല, ഏതായാലും ആട്ടൊരു തമ്പീഹാണ്. വുദൂഇന്റെ നിയ്യത്തോടു കൂടി ഒരാൾ കുളിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞതോ, ആദ്യം പറയുന്നത് മുങ്ങാണ്, ഇപ്പറയുന്നത് മുങ്ങല്ല. അതായത് ബക്കറ്റിൽ നിന്ന് കോരി ഒഴിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ പൈപ്പിന്റെ ചോട്ടിൽ ഷവറിന്റെ താഴെ നിന്നുകൊണ്ടോ ഒക്കെ ഉള്ള കുളിയാണ് ഇപ്പറയുന്നത്. അങ്ങനെ ഒരാൾ കുളിക്കുന്നു നിൽക്കാം. ബിനിയത്തെ വുദൂഇന്റെ നിയ്യത്തോടു കൂടിയാണ് ഒരാൾ കുളിക്കുന്നത്, കോരി വെച്ച് കുളിക്കുകയാണ്. അതല്ലെങ്കിൽ ഒഴിച്ചു വരുന്ന വെള്ളത്തിന്റെ താഴെ നിന്നെടുത്തതാണ്. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഫീഹി, ആ കുളിയിൽ ഷർത്താക്കപ്പെടും അത്തർത്തീബു ഹഖീഖത്തൻ, ഹഖീഖത്തിന് യഥാർത്ഥത്തിലുള്ള തർത്തീബ് തന്നെ നിർബന്ധമാണ്. അതായത് ഒരു ബക്കറ്റ് വെള്ളം കോരി വെച്ചു, അല്ലെങ്കിൽ ഒരു വലിയ കപ്പിൽ വെള്ളം കോരി വെച്ചു.
അപ്പോ ചെറിയ അശുദ്ധി ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൂട്ടിക്കോളി. എന്നാൽ ശരീരം മൊത്തം നനഞ്ഞാണെങ്കിലും ഈ ഫസ്റ്റിൽ കോരി ഒഴിച്ചത് കൊണ്ടിട്ട് മുഖം കഴുകലേ കിട്ടുള്ളൂ. പിന്നെ രണ്ടാമത് കോരി ഒഴിക്കുമ്പോൾ ശരീരത്തൊക്കെ വെള്ളത്തിന് നാ കയ്യകൾ കിട്ടി. പിന്നെ വെള്ളം കോരി ഒഴിക്കുമ്പോൾ ശരീരത്തിലൊക്കെ വെള്ളത്തിന് നാ തല അടകൽ കിട്ടി. പിന്നെ വെള്ളം കോരി ഒഴിക്കുമ്പോൾ ശരീരത്തിലൊക്കെ അഞ്ഞിന് നാ കാല്. ഇങ്ങനെ വേണം. ഹഖീഖിയായ തർത്തീബ് തന്നെ വേണം. അതിങ്ങനെ കോരി ഒഴിക്കുകയാണെങ്കിൽ ആണിപ്പോ ഈ ഓരോ പ്രാവശ്യം അല്ല, പൈപ്പിന്റെ വീട്ടിലാണെങ്കിൽ ഈ തർത്തീബ് കിട്ടാനുള്ള അത്ര സമയം നിന്ന് കൊടുക്കണം. അല്ലാതെ ഒറ്റ പ്രാവശ്യം തല മുതൽ കാല് വരെയാണ് നനഞ്ഞ് അശുദ്ധി ഉയർത്തുന്നത് നിയ്യത്തും ചെയ്താൽ പോരാ. മുങ്ങി കുളിക്കുന്നിടത്ത് ആ നിയമം ബാധകമാവുള്ളൂ. കോരി ഒഴിച്ചുകൊണ്ടോ ഒലിച്ചു ചാടുന്ന പൈപ്പിന്റെ ചോട്ടിലോ മറ്റോ നിന്നുകൊണ്ടോ കുളിക്കുമ്പോൾ യഥാർത്ഥ തർത്തീബ് തന്നെ വേണം. ഓക്കെ. ഇനി വലായതുറു, ഇപ്പൊ ഈ മുങ്ങി കുളിച്ചതിനെ പറ്റി കഴിഞ്ഞാൽ അവിടേക്ക് അങ്ങനെ തന്നെ പോകണം കേട്ടോ. അതിന്റെ ഇടയ്ക്കൊരു ഞാൻ ഇട്ടുകാണ്ട് ഒരു തമ്പീഹി ചെയ്തതാണ്. ഈ പോകുന്നത് നേരത്തെ പറഞ്ഞ മുങ്ങിയോർത്തേക്ക് തന്നെ വുദൂവിന്റെ നെയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങി. ആ മുങ്ങിയാൽ വുദൂ കിട്ടും പറഞ്ഞല്ലോ. അതിനെ പറ്റിയ വലായതുറു നിസ്യാനു ലൊംഅത്തിൻ ഔ ലുമഇൻ, ഒരൽപ്പം സ്ഥലം. മറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നനയാതെ ബാക്കിയുള്ളതൊക്കെ നനഞ്ഞിട്ട് കുറച്ച് സ്ഥലം നനയാതെ വെക്കുമ്പോ അവിടെ ഇങ്ങനെ ഒരു തിളങ്ങും പോലെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ്. അങ്ങനെയുള്ള ഒന്നോ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളോ നനയാതെ ബാക്കി വന്നു. എവിടെ? ഫീ ഗൈരി അഅ്ളാഇൽ വുദൂഇ, വുദൂഇന്റെ അവയവം അല്ലാത്ത ശരീരത്തിന്റെ മറ്റേതോ ഭാഗത്ത് അല്പാൽപമായി ചില ഭാഗങ്ങൾ നനയാതെ ബാക്കി കറഞ്ഞു. എവിടെ? മുങ്ങി കുളിച്ചോർത്തേ. വുദൂഇന്റെ നിയ്യത്തോടുകൂടി വെള്ളത്തിൽ മുങ്ങി കുളിച്ചു. മുങ്ങിയോട് കേറി നോക്കുമ്പോ നെഞ്ഞത്ത് കുറച്ച് വെള്ളം നനയാത്ത ഭാഗം കാണാണ്ട്, അതുപോലെ തന്നെ കാലിന്റെ മുട്ടിന്റെ അവിടെ, അതല്ലെങ്കിൽ പുറത്തോ, ഇങ്ങനെ ശരീരത്തിന്റെ ഏതൊക്കെയോ ഭാഗത്ത് അവിടെ വെള്ളം നനയാത്ത അല്പാൽപ ഭാഗങ്ങൾ മാറിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വുദൂ സഹിയാവും. കാരണം വെള്ളത്തിൽ മുങ്ങിയണല്ലോ, മുങ്ങിയ സമയത്ത് നിയ്യത്തും ചെയ്തിടണല്ലോ. അതോടുകൂടി വെള്ളം ഹുക്മിയായ തർത്തീബുള്ളതുകൊണ്ട് വുദൂ സഹിയായി. വുദൂവിന്റെ അവയവങ്ങളിൽ നനയാതെ എവിടെയും ബാക്കി വന്നിട്ടുമില്ല. അപ്പൊ വുദൂവിന്റെ അവയവങ്ങൾ അല്ലാത്ത ബാക്കി ഭാഗത്ത് അല്പാൽപമായി ചില ഭാഗങ്ങൾ നനയാതെ നിന്നു എന്നതുകൊണ്ട് ഈ മുങ്ങിക്കുളിച്ചവന് വുദൂ സഹിയാവുന്നതിന് അത് തടസ്സമല്ല. ബൽ മാത്രല്ല, അതായത് വുദൂവിന്റെ അവയവങ്ങൾ അല്ലാത്തയിടത്ത് അവിടെ അല്പാൽപമായി നനയാതെ നിന്നുകൊണ്ടിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. മറന്നു പോകുക എന്ന് പറഞ്ഞാൽ, നിസ്യാനുലമ എന്ന് പറഞ്ഞാൽ മറന്നു പോകുക എന്ന് പറഞ്ഞാൽ ഈ നനവിൽ പെടാതെ ആയിപ്പോയി, പിന്നെയാണ് അത് കാണുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല എന്നതുപോലെ തന്നെ ബൽ മാത്രമല്ല, ലൗകാന അലാ മാദാലാഹി, വുദൂഇന്റെ അവയവം അല്ലാത്ത ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ഉണ്ടായിരുന്നു മാന്യൻ വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന വല്ല വസ്തുവും, കഷമ്യം മെഴുക് പോലെ, അല്ലെങ്കിൽ പശ ഉണ്ടല്ലോ ഗമ്മ് പോലെ, പോലത്തിന് തോണ്ട്, അതല്ലെങ്കിൽ പൈന്റ് പോലത്തെ വെള്ളം നനയുന്നതിന് തടസ്സമാവുന്ന എന്തോ വസ്തുക്കൾ വുദൂഇന്റെ അവയവമല്ലാത്ത ശരീരത്തിന്റെ മറ്റേതോ ഭാഗത്തുണ്ട്. അങ്ങനെ ഇയാൾ മുങ്ങിക്കുളിച്ചു വുദൂഇന്റെ നെയ്യത്തോടു കൂടി. അങ്ങനെ വന്ന് അപ്പൊ ഈ സ്ഥലത്ത് ഇപ്പൊ ഈ മാനി ഉള്ള സ്ഥലത്ത് വെള്ളം നനയുന്നില്ലല്ലോ, മനഃപൂർവ്വം തന്നെ അവിടെ നനയില്ലാതെ ഉറപ്പ്. എന്നാലും കുഴപ്പമില്ല, കാരണം വുദൂവിന്റെ സ്ഥലത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ. വുദൂവിന്റെ സ്ഥലം മുഴുവൻ നനഞ്ഞാണല്ലോ. തർത്തീബല്ലേ പ്രത്യക്ഷത്തിലില്ലായുള്ളൂ. ഒന്നിച്ച് മുങ്ങി കുളിക്കായതുകൊണ്ട് തർത്തീബ് പ്രത്യക്ഷത്തിൽ വേണ്ട, ഹുക്മിയായതുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഭാഗത്ത് നനയാതിരിക്കുക എന്നതോ അല്ലെങ്കിൽ നനയുന്നതിന് തടസ്സമായി വല്ല വസ്തു ഉണ്ട് എന്നതോ ഈ വുദൂ സഹിയാവുന്നതിന് തടസ്സമല്ല എന്ന് ആര് പറഞ്ഞു? കമസ്തൽഹറഹു ശൈഖുന, മഹാനായ ശൈഖുന ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അങ്ങനെ വാഹിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗഫേര് കമാ ളുഹറു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ മെഴുക്, പശ, പൈന്റ് പോലെയുള്ള വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന തരത്തിലുള്ള വസ്തുക്കൾ തന്നെ വുദൂവിന്റെ അവയവമല്ലാത്ത മറ്റു ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് വന്ന് അങ്ങനെ നനയാതിരുന്നാൽ പോലും വുദൂവിന്റെ നിയ്യത്തോടുകൂടി വെള്ളത്തിൽ മുങ്ങിയ വ്യക്തിക്ക് വുദൂ സഹിയാവുന്നതിന് ഇതൊന്നും തടസ്സമല്ല എന്നത് വാഹിറാണ് എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ആട്ടെ, ഇനി വേറെ വലു വാഹിദസ, ഒരാള് സാധാരണ ചെറിയ ശുദ്ധിയുള്ളവനായി
വാജിനബ ജനാപത്തുള്ളവനും ആയി. തർത്തീബല്ല, ആദ്യം ജനാപത്ത് ഉണ്ടായിട്ട് പിന്നെ വുദു മുറിയട്ടെ, അല്ലെങ്കിൽ ആദ്യം വുദു മുറിഞ്ഞിട്ട് പിന്നെ ജനാപത്ത് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ജനാപത്തും വുദു മുറിയലും കൂടി ഒന്നിച്ചുണ്ടാകട്ടെ, ഏതായാലും വേണ്ടി. അതാണ് വാവിട്ട് പറഞ്ഞത്. വാവിട്ട് പറഞ്ഞാൽ തർത്തീബിന്റെ മേലെ അറിയിക്കൂലല്ലോ. അപ്പൊ ജനാപത്തും ഉണ്ട്, ചെറിയ ശുദ്ധിയും ഉണ്ട് എന്നർത്ഥം ഒരാൾക്ക്. എന്നാൽ അജ്സാഹു, ഈ ചെറുതും വലുതുമായ രണ്ടശുദ്ധിയുമുള്ള വ്യക്തിക്ക് മതിയാകും അൽ ഗുസ്ലു, കുളി മതിയാകും, അൻഹുമ, ഈ രണ്ടശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ ബിനിയ്യത്തിഹി. മനസ്സിലായില്ലേ? കുളിന്റെ നിയ്യത്ത് മാത്രം ചെയ്ത് ചെറുതും വലുതുമായ ശുദ്ധി ഉയർത്തുന്നതൊന്നും കരുതിക്കൊള്ളണമെന്നില്ല. ജനാപത്തും ഉണ്ട് ഈ വ്യക്തിക്ക്, ചെറിയ ശുദ്ധിയുണ്ട്. അതായത് വുദു മുറിഞ്ഞും ചെയ്തതിന് ജനാപത്തുണ്ട്. സാധാരണഗതിയിൽ ജനാപത്ത് അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാകുക, രണ്ടും ഉണ്ടാവുമല്ലോ ശുദ്ധി. എന്നാൽ അവിടെ വലിയ ശുദ്ധി ഉയർത്തുന്ന നെയ്യത്തോടു കൂടി കുളിച്ചാൽ തന്നെ മതിയാവും. പ്രത്യേകിച്ച് എന്ത് വേണമെന്നില്ല, ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് പ്രത്യേകം നിയ്യത്ത് ചെയ്തു കൊള്ളണം എന്ന് ഷർത്തില്ല. എന്നാൽ തന്നെ ചെറിയ ശുദ്ധിയും ശുദ്ധിയാവും, വലിയ ശുദ്ധിയും ശുദ്ധിയാവും. കാരണം എന്താ, വലിയ ശുദ്ധി ഉയരുമ്പോ പിന്നെ ചെറിയ അവിടെ ബാക്കിക്കൂലാതെ. അതാണ് അതിന്റെ കണക്ക്. വലിയ ശുദ്ധി ഉയർന്നപ്പം കൂട്ടത്തിൽ ഏതും പോയി ചെറുത്. കാരണം ശരീരത്തിൽ ആകെ ബാധിക്കുന്നതാണ് വലിയ ശുദ്ധി. അതിന് ഉയർന്നെങ്കിൽ പിന്നെ ഉദുവിന്റെ അവയവങ്ങളെ മാത്രം ബാധിക്കുന്ന ചെറു ശുദ്ധി അവിടെ ബാക്കിയുണ്ടാവുമോ? അപ്പോ കുളിയുടെ നെയ്യത്തോടു കൂടി മാത്രം കുളിച്ചാൽ ചെറിയ ശുദ്ധിയും ഉയരും, വലിയ ശുദ്ധിയും ഉയരും. പിന്നെ അവിടെ നമ്മൾ സാധാരണ ഉണർത്താറ് എന്താന്ന് വെച്ചാല്, ഇങ്ങനെ കുളിച്ച് ശരീരത്തിലൊക്കെ നെയ്യത്തോടു കൂടി തൗറായ വെള്ളം ഒരു പ്രാവശ്യം എത്തിയാൽ കുളിന്റെ ഫറള് വേടി. അതിന്റെ ശേഷം പിന്നെ വുദു മുറിയുന്ന സംഗതികൾ വല്ലതും ഉണ്ടായാൽ വേറെ വുദു കൊടുക്കണം, അത് വേറെ വിഷയമാണ്. പക്ഷെ ഈ അശുദ്ധി വരുന്നത് രണ്ടും ഒന്നിച്ച, ചെറുതത്തോടു കൂടി വുദു ചെയ്യണം, അല്ലെങ്കിൽ നെയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങണം, അല്ലെങ്കിൽ തർത്തീബ് ഉണ്ടാവുന്ന നിലക്ക് കുളിക്കണം, ഒക്കെ വേണം. അത് രണ്ടാമത് വുദു മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ. ഇല്ലെങ്കിൽ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടിയുള്ള കുളി കൊണ്ട് തന്നെ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്നിട്ട് ഉയരും. അതുകൊണ്ട് നിസ്കരിക്കണമെങ്കിൽ രണ്ടാമത് പിന്നെ വുദു എടുക്കേണ്ട ആവശ്യമില്ല. എന്നാ ഇതല്ല, വുദു എടുക്കും കുളിന്റെ സുന്നത്ത് പറയുന്നോട് കഴിഞ്ഞ് ഇതിന്റെ സുന്നത്ത് എന്ന നിലക്കുള്ള വുദുവാ. അതെടുത്ത ആ സുന്നത്ത് കിട്ടും. അതെടുത്തിട്ടില്ലെങ്കിൽ തന്നെ വുദു ലഭിക്കും, പ്രത്യേകിച്ച് നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും. ആട്ടെ, ഇനി വലാ യജിബു, നിർബന്ധമില്ല, തയഖുനു ഉമൂമിൽ മായി, വെള്ളം എല്ലാ സ്ഥലത്തും എത്തിയെന്ന് ഉറപ്പുവരൽ വുജൂബില്ല. എവിടെ? ജമിയൽ വുദൂഇ, കഴുകൽ നിർബന്ധമായ മുഴുവൻ അവയവത്തിലും വെള്ളം വ്യാപകമായി എത്തി എന്ന യഖീൻ കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം എന്നാ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇടങ്ങാറാവും. വലിയൊരു ആൾക്കണ്ണാടിയൊക്കെ വെച്ച് വുദു എടുക്കാൻ കുത്തിരിക്കേണ്ടി വരും. അത് പിന്നെ വസ്വാസിന് വഴിയാവും. അപ്പൊ അങ്ങനെ യഖീനുമൊന്നും പിടിക്കാൻ പോണ്ട. ബൽ യക്ഫി, പക്ഷെ പിന്നെ എന്ത് മതിയാകും? ഒലബത്തുല്ലി ബിഹി, എന്തുകൊണ്ട്? ഈ മുഴുവൻ അവയവങ്ങളിലും വെള്ളം ആമാണ്, എല്ലായിടത്തും എത്തിയാണ് എന്നുള്ള മിക്കവാറും ധാരണയുണ്ടായാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് വെള്ളം ഇങ്ങനെ പാർന്നാ പോരാ, കൈകൊണ്ടൊന്ന് ഒരക്കുകയും വേണം എന്ന് പറഞ്ഞത്. ഒരച്ചാല് വെള്ളം പാർന്നും ചെയ്ത് ഒരച്ചും ചെയ്തു, രണ്ടും കൂടി ആവുമ്പോത്തിന് എന്തായിക്കോളും, ഏതാണ്ടൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവും, ഒരു ഒലബത്തുള്ളന്ന് കിട്ടും. അത് മതി. തന്നെയല്ല, തേച്ചൊരക്കൽ പ്രത്യേകം മോക്കതായ സുന്നത്താണ്. അതിന് പറയും ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ച് വുജൂബാ. അവയവങ്ങൾ തേച്ച് കഴിയൽ വുജൂബാണ്. അപ്പൊ നമ്മുടെ മദ്ഹബിൽ സുന്നത്തേ ഉള്ളെങ്കിൽ പോലും വുജൂബ് കൊണ്ട് കൗല് നടന്ന ഒരു മസ്അല ആയതുകൊണ്ട് തേക്കുക എന്ന് പറയുന്നത് ഒഴിവാക്കൽ കറാഹത്താവുന്ന നിലക്ക് മോക്കതായ സുന്നത്ത. ചോദ്യമൊക്കെ ചോദിക്കലുണ്ട്, അതിനൊരു സമയമുണ്ട് സുഹൃത്തുക്കളെ. കുറച്ചേരം ദർസ് കിതാബ് ഓതും, അതിന്റെ ശേഷങ്ങൾക്കൊക്കെ ചോദിക്കാനും സംശയം ചോദിക്കാനുള്ള സമയം ഉണ്ടാവും. ഇബാറത്തിലോ അല്ലെങ്കിൽ ചെയ്ത വിശദീകരണത്തിലോ ലമീർ മടക്കിയതിലോ തഅല്ലുഖ് ചെയ്തതിലോ അതല്ലെങ്കിൽ മസ്അലയിലോ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് കുറിച്ചു വെച്ചോളി. ദർസിന്റെ സമയം കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു 3/4 മണിക്കൂർ സമയത്തിൽ കുറയാത്ത സംശയ നിവാരണത്തിന് സമയം ഉണ്ടാവും. അപ്പോ ചോദിക്ക പുതിയോലാരെങ്കിലും ഇക്കാരെ
സംശയം ചോദിക്കാമോ എന്ന് പഠിക്കടിച്ച് പുതിയ ആളുകളാവുമ്പോ അങ്ങനെ ചോദിക്കണം. അങ്ങനെ ചോദിക്കാം, സംശയം ചോദിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവും. പക്ഷെ അത് ഓതൽ കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ കുറച്ചു നേരം ശ്രമിച്ചിരിക്കേണ്ടി വരും. അത് സംശയമുള്ള ഭാഗം മറന്നു പോകാതെക്കാൻ കുറിച്ചിട്ടോളി ഇൻഷാ അല്ലാഹ്. ഫറോൻ ലൗ ശക്ക മുതവദ്ദിഉ, വുദൂ ചെയ്യുന്ന ഒരു വ്യക്തി സംശയിച്ചു, അതിൽ മുത്തസിലു അല്ലെങ്കിൽ കുളിക്കുന്നവൻ, വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിക്കുന്നവനോ വുദൂ ചെയ്യുന്നവനോ സംശയിച്ചു. എന്തിനാ സംശയിച്ച്? ഫീ തത്ഹീരി ഉദുവിൻ, ഏതോ ഒരു അവയവത്തെ ശുദ്ധീകരിച്ചോ എന്ന വിഷയത്തിൽ ശക്ക് വന്നു. ഉദാഹരണം, തല തടകിയപ്പോ ഒരു സംശയം, എന്റെ വലത്തെ കൈ കഴുകിയോന്ന്, അല്ല മുഖം കഴുകിയോ എന്നൊരു സംശയം. അങ്ങനെ ഒരു സംശയം വന്നു. അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്തും ആ ശരീരത്തിൽ എന്റെ കൈ നനഞ്ഞോ അല്ലെങ്കിൽ ഇത് പുറം നനഞ്ഞോ എന്നൊക്കെ ഒരു സംശയം. ഇങ്ങനെ സംശയം വന്നാൽ എപ്പോഴാ സംശയം വന്നത്? ഖബലൽ ഫറാഗി മിൻ വുദൂഇഹി, വുദൂ എടുക്കുന്നോന്ന് സംശയിച്ച് വുദൂ എടുത്ത് വിരമിക്കുന്നതിന് മുമ്പാണ്. ഔസ്ലിഹിയെ കുളിക്കുന്ന ആളാണെങ്കിൽ കുളി കഴിയുന്നതിന് മുമ്പാണ് സംശയം എങ്കിൽ ത്വഹറഹു, ആ സംശയം വന്ന ആ അവയവത്തെ ശുദ്ധീകരിക്കണം. അത് കുളിയിലാണെങ്കിലും വേണം, വുദൂയിലാണെങ്കിലും വേണം. പക്ഷെ കുളിയിലാവുമ്പോ കഥാ മാ ബഅദഹു, ആ അവയവത്തെ ശുദ്ധീകരിക്കണം എന്ന് മാത്രമല്ല അതിനുശേഷമുള്ളതിനെയും ശുദ്ധീകരിക്കണം. ഫിൽ വുദൂ, ഈ വുദൂവിന്റെ അവിടെ. കാരണം വുദൂയിൽ തർത്തീബ് വേണമല്ലോ. അതായത് ഇവൻ കൈ കഴുകണമെന്നുള്ളതിൽ ഒരിക്കലും സംശയമില്ല. തല തടകുന്ന സമയത്ത് ഇവനും സംശയം മുഖം കഴുകിയോന്ന്. എന്നാൽ എന്ത് വേണം? മുഖവും കഴുകണം, കയ്യും കഴുകണമെന്ന്. കൈ കഴുകണം നേരത്തെ ഉറപ്പാണ്, എന്നാലും പറ്റൂല, രണ്ടാമത് കൈ കഴുകണം. കാരണം എന്താ? മുഖം കഴുകിയതിന് ശേഷമുള്ള കൈ കഴുകലേ എണ്ണപ്പെടുള്ളൂ, അപ്പോഴേ തർത്തീബ് ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ വുദൂവിന്റെ അവിടെ സംശയിച്ച അവയവം കഴുകിയാൽ പോരാ, അതിന്റെ തൊട്ട് പുറകിൽ എവിടെ എത്തുന്ന വരെയുള്ള രണ്ടാമത് ആവർത്തിച്ച് വീണ്ടും ചെയ്യണം. കുളിയിൽ പിന്നെ അത് വേണ്ട. കാരണം എന്താ? കുളിന്റെ അവിടെ തർത്തീബില്ലല്ലോ. ഒരു അവയവം കഴുകിയോന്നും സംശയം, ആ അവയവമാണ് കഴുകി കൂട്ടാൻ മതി, വേറെ ഒന്നും വേണ്ട. കാരണം കുളിയിൽ തർത്തീബില്ല. വുദൂയിൽ അങ്ങനെ തർത്തീബ് വേണ്ടത് കൊണ്ട് ആ അവയവം, സംശയമുള്ള അവയവം കഴുകണം, എന്നിട്ട് രണ്ടാമത് വീണ്ടും കഴുകണം ബാക്കിയുള്ളത് എന്നർത്ഥം. ഇതിപ്പോ ഇടക്കാണെങ്കിലാ. അതേ സമയത്ത് ഔബഅദൽ ഫറാഗി മിൻ തുഹ്രിഹി, ശുദ്ധീകരണമൊക്കെ കഴിഞ്ഞു. അതായത് വുദൂ എടുക്കുന്നവനാണെങ്കിൽ വുദൂ ഒക്കെ എടുത്ത് കഴിഞ്ഞ് അവനിങ്ങനെ കണ്ണും കയ്യും ഒക്കെ ആകാശത്തിലേക്ക് ഉയർത്തി ഖിബ്ലക്ക് മുന്നെത്തുന്നതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് തുടങ്ങി ദുആ കഴിഞ്ഞ് സലാത്തും കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് നടക്കാൻ നോക്കുമ്പോൾ അല്ലല്ലോ പടച്ചോനെ, ഞാൻ എന്റെ മുഖം കഴുകിയപ്പോ വുദൂയില്. അപ്പോഴാ ഓരോ സംശയം. എന്നാ പോടേക്ക് പോയിക്കോട്ടെ വെച്ചാൽ മതി. ആ സംശയത്തിന്റെ ബേക്കിൽ നടക്കേണ്ടതില്ല. കാരണം എന്താ? അത് ഉസ്വാസിന്റെ വാതിൽ തുറക്കുക ചെയ്യാം. ഉസ്വാസിന്റെ വാതിൽ തുറക്കുന്ന ഒന്നും ദീനിൽ അംഗീകരിക്കപ്പെടുന്നില്ല. കാരണം എന്താ? വുദൂ എടുത്ത് പോകണോ, ഓനിപ്പോ ഞാൻ മുഖം കഴുകിയോ സംശയിച്ച് രണ്ടാമത് ഇങ്ങോട്ട് തന്നെ വന്ന് മുഖം കഴുകി, അങ്ങനെ തല തടകി കാലും കഴുകി രണ്ടാമത് പോകാൻ പോകുമ്പോ ഓന് പിന്നെ എന്ത് വരുമോ? അല്ലപ്പോ ഞാൻ തല തടകിയപ്പോന്ന് പിന്നെയും സംശയം വരും. രണ്ടാമത് ഇങ്ങോട്ട് തന്നെ വന്ന് അങ്ങനെ നിൽക്കുമ്പോ പിന്നെ ഒരു സംശയം, അല്ല ഞാൻ എന്റെ വലത്തെ കൈ കഴുകിയോ? കാരണം അങ്ങനെ വിശ്വാസം തുടങ്ങി. അപ്പൊ ആ ബാബാദ്യം തന്നെ എടുക്കണം. കഴിഞ്ഞതിന് ശേഷം വരുന്ന സംശയം പരിഗണിക്കേണ്ടതില്ല. അതാ ഔബഅദൽ ഫറാഗി മിൻ തുഹ്രിഹി ലം യുഅസ്സിർ, ആ സംശയം തഫ്സീർ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അത് പ്രതിഫലനം ഒന്നും സൃഷ്ടിക്കൂല എന്ന് പറഞ്ഞാൽ വുദൂ സഹിയാണെന്ന് തന്നെ ഹുക്കുമ് ചെയ്യും, കുളി സഹിയാണെന്ന് ഹുക്കുമ് ചെയ്യും. ഈ സംശയം അതിനെ എന്താക്കുന്നില്ല, ഇറക്കുന്നില്ല. അതാ തഫ്സീർ ചെയ്യൂല എന്ന് പറഞ്ഞു. ഇത് ആ സംശയം പരിഗണിക്കേണ്ടതില്ല, തള്ളിക്കളഞ്ഞാൽ മതി. കഴിഞ്ഞതിന് ശേഷം വരുന്ന സംശയത്തിന് കാരണം എന്താ? അതിന് നിന്നാ പിന്നെ മനുഷ്യന് അതിനെ പണി ഉണ്ടാവുള്ളൂ. അപ്പം ഇബ്ലീസ് അവനെ കൊണ്ട് കളിക്കും. അത് ഇനി വലൗകാന ശക്കു, എന്നാൽ ഈ ഒരവയവം കഴുകി അടുത്ത അവയവം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ കഴുകിയ അവയവത്തെ സംബന്ധിച്ച് സംശയം വന്നാൽ അത് രണ്ടാമത് ചെയ്യണം എന്നും, അല്ല വുദൂ എടുത്ത് കഴിഞ്ഞതിന് ശേഷമോ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമോ സംശയമാണെങ്കിൽ ആ സംശയത്തിന് തഫ്സീർ ഇല്ല എന്നും പറഞ്ഞല്ലോ. ഈ പറഞ്ഞത് ഫർദ് എന്നറിയണയിൽ ശക്ക് എന്ന് വലൗകാന ശക്കു ഫി നിയ്യത്ത്, നിയ്യത്തിൽ പോയിക്കൂടെ?
അങ്ങനെ നിയ്യത്തിലായിരുന്നാലും ലം യുഅസ്സിർ അയ്ളൻ, ആ നിയ്യത്തിലുള്ള സംശയവും തന്നെ വുദൂ സഹിയാവുന്ന വിഷയത്തിൽ, കുളി സഹിയാവുന്ന വിഷയത്തിൽ യാതൊരു പ്രതിഫലനവും സൃഷ്ടിക്കുകയില്ല, തഫ്സീർ ചെയ്യുകയില്ല. അയ്ളൻ എന്ന് പറഞ്ഞാൽ നിയ്യത്തല്ലാത്ത ഏതാണെങ്കിലും അങ്ങനെ തന്നെ, കഴിഞ്ഞതിന് ശേഷം സംശയിച്ചാൽ അതിന് തഫ്സീറില്ല എന്നതുപോലെ നിയ്യത്തിലാണെങ്കിൽ പോലും ആ സംശയത്തിന് തഫ്സീറില്ല എന്നതാണ് അലൽ ഔജുഹി. അതിൽ മഹാന്മാരായ ഇമാമിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിൽ നിന്ന് ഏറ്റവും മുഅ്തമദായ പ്രബലമായ അഭിപ്രായ പ്രകാരം നിയ്യത്താണെങ്കിലും അങ്ങനെ തന്നെ, കഴിഞ്ഞതിന് ശേഷം പിന്നെ നിയ്യത്തിൽ സംശയിച്ചാലും പരിഗണിക്കേണ്ടതില്ല എന്നതാണ് പ്രബലമായ പക്ഷം എന്ന് ഇവിടെ പറയുന്നു. കമാഫി ശറഹിൽ മിൻഹാജിൽ ശൈഖിന, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ തുഹ്ഫത്തുൽ മുഹ്താജി എന്ന ശറഹുൽ മിൻഹാജിൽ അങ്ങനെയാണ് പറഞ്ഞത്. നിയ്യത്താണെങ്കിലും തഫ്സീർ ചെയ്യില്ല, വുദൂ സഹിയാണെന്ന് തന്നെ ഹുക്മ് ചെയ്യും, കുളി സഹിയാണെന്ന് തന്നെ ഹുക്മ് ചെയ്യും, കഴിഞ്ഞതിന് ശേഷം സംശയം വന്നാൽ എന്ന്. ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം ഒന്നുകൂടി കറക്റ്റ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞ എന്താ വിഷയം എന്ന് വെച്ചാല്, വുദൂ ചെയ്ത് കൊണ്ടിരിക്കുന്നതിനിടയിൽ സംശയം, ഒരവയവത്തെ കഴുകിയോ എന്ന് സംശയം തോന്നിയാൽ അത് കഴുകുകയും അതിനുശേഷമുള്ളത് തുടർന്ന് കഴുകുകയും വേണം. കുളിയിലാണെങ്കിൽ ആ സംശയമുള്ളത് കഴുകണം. വുദൂ എടുത്ത് കഴിഞ്ഞതിന് ശേഷമോ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമോ സംശയം വന്നാൽ, നിയ്യത്ത് ഉൾപ്പെടെയുള്ള ഏത് ഫർളിൽ സംശയം വന്നാലും അത് പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ. അവിടെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. വഖാല, ഷെയ്ഖുന തങ്ങൾ പറയാണ്, ഫീഹി, തന്റെ ശറഹുൽ മിൻഹാജിൽ പറയാണ്. എന്താ പറയുന്നത്? ഖിയാസുമായത്തി ഫിശ്ശക്കി ബഅദൽ ഫാത്തിഹത്തി വഖബ്ല റുകൂഇ. ഇനി നിസ്കാരത്തിന്റെ ഫർള് പറയുന്ന ബാബില് വരുന്നുണ്ട് ഒരു മസല. എന്താണ് മസല? ഒരാൾ ഫാത്തിഹ ഓതി കഴിഞ്ഞു, റുക്കൂയിലേക്ക് പോയിട്ടില്ല. റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതി കഴിഞ്ഞു, അവിടെ ഒരാൾ സംശയിച്ചു. ആ സംശയിച്ചാൽ അവിടെ ഫാത്തിഹ ഓതിയിലെന്ന് സംശയിച്ചിരിക്കുകയാണെങ്കിൽ രണ്ടാമത് മടക്കി ഓതണം. ഫാത്തിഹയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു ആയത്തിന്റെ ഭാഗമോ ഓതിയിലെന്ന് സംശയിക്കുകയാണെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട് അവിടെ. അത് ഇവിടുത്തെ മസലല്ല, ഇനി വരാൻ പോകുന്നൊരു മസലാണ്. ഫാത്തിഹ ഓതി കഴിഞ്ഞ് റുക്കൂക്ക് പോയിട്ടില്ല, അതിന് മുമ്പ് ഒരാൾക്ക് സംശയം, ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലേന്ന്, സൂറത്ത് ഓതി എന്നുള്ള ഉറപ്പുണ്ട്, ഫാത്തിഹ ഓതിയോ ഇല്ലേന്നൊരു സംശയം. എന്നാൽ അവിടെ രണ്ടാമത് ഫാത്തിഹ ഓതിയതിനു ശേഷം റുക്കൂയിൽ പോകണം. അങ്ങനെ റുക്കൂയിൽ പോകാൻ പാടില്ല, പോയാൽ കർമ്മത്തിലാവും. അതേ സമയത്ത് അങ്ങനെയല്ല, റുക്കൂയിൽ പോകുന്നതിന് മുമ്പ് ഫാത്തിഹയൊക്കെ കഴിഞ്ഞാണ്, ഫാത്തിഹയിൽപ്പെട്ട ഒരായത്തോ അല്ലെങ്കിൽ ഒരു കെരിമത്തോ വിട്ടോന്നോ ആ സംശയമെങ്കിലോ ആ സംശയം പരിഹരിക്കേണ്ടതില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അതിന്റെ ഖിയാസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താണ്? അന്നഹു ലൗ ശക്ക, ഒരു വുദൂ ചെയ്യുന്ന മനുഷ്യൻ അല്ലെങ്കിൽ കുളിക്കുന്ന മനുഷ്യൻ സംശയിച്ചു, ബഅദ ഉദുവിൻ, ഒരു അവയവം കഴുകിയതിന് ശേഷം സംശയിച്ചു, ഫി അസ്ലി ഉസ്ലിഹി, ആ അവയവത്തെ കഴുകിയോ അല്ലേ, മുഴുവനായിട്ട് കഴുകിയോ അല്ലേ എന്നല്ല, അസ്ലോസ്ലിയാണ് അതിനെ കഴുകിയണോന്ന് എന്ന് സംശയിച്ചു. എന്നാൽ ലസിമഹു ഇആദത്തുഹു, ആ അവയവത്തെ മടക്കി കഴുകൽ നിർബന്ധമാണ്. ഇനി അങ്ങനെയല്ല, അല്ലാഹു അവയവം കഴുകി കഴിഞ്ഞതിന് സംശയിച്ചെന്താണ്? ആ അവയവത്തിന്റെ അല്പഭാഗം കഴുകിയോ ഇല്ലേ എന്നാ സംശയം. അവയവം കഴുകിയെന്ന് ഉറപ്പാണ്, അത് മുഴുവനായിണോ അല്പഭാഗം ബാക്കിയുണ്ടോ എന്നാണ് സംശയമെങ്കിൽ ലം തൽസമുഹു, രണ്ടാമത് അതിനെ ഇആദത്ത് ചെയ്ത് മടക്കി കഴുകൽ നിർബന്ധമില്ല എന്നതാണ്. ഇനി റുക്കൂവിന്റെ മുമ്പ് ഫാത്തിഹ കഴിഞ്ഞിട്ട് സംശയിച്ചാൽ വരുന്ന മസ്അലയിൽ പറയുന്ന ഹുക്മ് ഇവിടത്തേക്ക് ഖിയാസാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ അതൊന്ന് തഹ്ഖീഖാക്കണം. ഇതിപ്പോ എല്ലാവർക്കും തിരിയില്ലല്ലോ, ആലുരാജിക്കൊക്കെ തിരിയും, കീശീരിക്കൊക്കെ തിരിയും എന്ന് പറഞ്ഞിട്ടല്ല, തിരിയാത്തവരും ഉണ്ടാവുമല്ലോ സാധാരണക്കാരിന്നെ പോലത്തോല്. ഊർക്ക് വേണ്ടി പറയാതെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന നോക്കുമ്പോൾ ഒരു പൊറുതിയോട് തോന്നണ്ട. അറിയാ, അതായത് ഫാത്തിഹ ഓതി കഴിഞ്ഞിന് റുക്കൂക്ക് പോയിട്ടില്ല, അതിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് സംശയിച്ചു ഫാത്തിഹ ഓതിയോ, എന്നാൽ രണ്ടാമത് ഓതിയിട്ട് റുക്കൂയിൽ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിസ്കാരം ചെയ്യാവൂല. അതേസമയത്ത് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ റുക്കൂക്ക് പോണതിന് മുമ്പ് എന്താ സംശയിച്ചത്? അതിൽപ്പെട്ട ഏതോ ഒരായത്ത് ഓതിയോ അല്ലെങ്കിൽ ഒരു കെലിമത്ത് ഓതിയോ ഇല്ലേന്ന് സംശയിച്ചാൽ അത് പരിഗണിക്കേണ്ടതില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അതിവിടെ ഖിയാസാക്കിയാൽ വുദു എടുക്കുന്നതിന്റെ ഇടക്ക് ഒരു അവയവത്തെ
കഴുകിയോ കഴുകിയില്ലേന്ന് സംശയപ്രധാനം മുഖം കഴുകിയോ കഴുകിയില്ലേന്ന് സംശയം, അല്ലെങ്കിൽ തല തടകിയോ തടകിയിട്ടില്ലേന്ന് സംശയം. എന്നാൽ അത് മുഴുവനായി തടകി അല്ലെങ്കിൽ മുഴുവനായി കഴുകിയതിന് ശേഷമുള്ളതും കഴുകി ഉദു പൂർത്തിയാക്കണം. അങ്ങനെയല്ല, വുളു ചെയ്ത് മുഖം കഴുകിയ സമയത്ത് താടിന്റെ അടുത്ത് കുറച്ച് ഭാഗം നനഞ്ഞോ ഇല്ലേന്നൊരു സംശയം. എവിടെ എത്തിയപ്പോഴാ സംശയം? മൂപ്പർക്ക് തല തടകുമ്പോഴാ. മുഖം കഴുകൽ കഴിഞ്ഞ് കയ്യും കഴുകൽ കഴിഞ്ഞ് തല തടകുമ്പോഴാ മൂപ്പർക്ക് സംശയം, മുഖം കഴുകിയതിൽ കുറച്ച് ഭാഗം നനയാൻ ബാക്കിയുണ്ടോ, കല്ല് വല്ലി ഇന്നാലും പിന്നെ രണ്ടാമത് അതിന് തിരിച്ചു കൊണ്ടാണ്. ഏതുപോലെ ആയത്തിന്റെ അല്പം ഓതിയോ ഓതിയില്ലെന്ന് സംശയിച്ച്, അല്ലെങ്കിൽ ഒരായത്ത് ഓതിയോ ഓതിയില്ലെന്ന് സംശയിച്ച് ഫാത്തിഹ കഴിഞ്ഞിട്ട് സംശയിച്ചാൽ പിന്നെ മറക്കേണ്ടതില്ല. അതേസമയത്ത് ഫാത്തിഹ തന്നെ ഓതിയോ ഇല്ലേ എന്നാണ് സംശയമെങ്കിലോ റുക്കൂ പോടതിന് മുമ്പ് ഓതിക്കോളണം. എന്നതുപോലെ ഒരു അവയവം പറ്റ കഴുകിയോ കഴുകിയില്ലെന്നാണ് സംശയിച്ചതെങ്കിൽ രണ്ടാമത് കഴുകണം, ബാക്കിയുള്ളതും കഴുകണം. അല്ല, ഒരു അവയവം മുഴുവനായിട്ട് കഴുകിയോ കുറച്ചു സ്ഥലം ബാക്കിയുണ്ടോ എന്ന് സംശയിച്ചാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ ഖിയാസാക്കിയ മസല തയ്യാറായി വരുമ്പോൾ ഫൽയുഹ്മൽ കലാമുഹുൽ അവൽ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വുളു ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു അവയവത്തെ കഴുകിയതിനെ പറ്റി സംശയിച്ചാൽ അത് കഴുകണം, അതിന് ശേഷമുള്ളതും കഴുകണം എന്ന് പറഞ്ഞല്ലോ. ആ കലാമിനെ ചുമത്തപ്പെടേണ്ടതാണ് അനശ്ശക്കി ഫീ അസ്ലുൽ ഉദ്വി. ഒരു അവയവത്തെ കഴുകിയോ എന്ന് അസ്ലിൽ സംശയിക്കുന്നേക്കാണ് അപ്പറഞ്ഞത്. എന്തിലല്ല ലാബാലിഹി, ഒരു അവയവത്തിന്റെ അല്പം കഴുകിയോ എന്ന് സംശയിച്ചോടത്തേക്ക് അല്ല. കാരണം എന്താ, അല്പം കഴുകിയണോ ഇല്ലെന്ന് സംശയിച്ചാൽ പിന്നെ അത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്നാണല്ലോ ഖിയാസ് കൊണ്ട് കിട്ടിയത്. അപ്പൊ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം, ഒരു അവയവം, ഉദാഹരണം വലത്തെ കൈ തീരെ കഴുകിയോ കഴുകിയില്ലേ എന്നാ സംശയം, അല്ലെങ്കിൽ ഇടത്തെ കൈ തീരെ കഴുകിയോ കഴുകിയില്ലേ എന്നാണ് സംശയം. എന്നാൽ ആ കൈ കഴുകണം, അതിന്റെ ശേഷമുള്ളതും കഴുകണം. അതില്ല, കൈ കഴുകിയാണ്, പക്ഷേ മുട്ട് കുറച്ച് സ്ഥലം നനയാൻ ബാക്കിയുണ്ടോ എന്നൊരു സംശയം. എപ്പോ തല തടകുമ്പോ അല്ലെങ്കിൽ കാലുകുമ്പോ, എന്നാ പിന്നെ അതിന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു അവയവത്തിന്റെ അസ്ലുൽ സംശയം ഉണ്ടായാൽ രണ്ടാമത് ആ അവയവം കഴുകണം, ബാക്കിയുള്ള തർത്തീബായിട്ട് കഴുകുകയും വേണം. എല്ലാം ഒരു അവയവത്തെ പൂർത്തിയാക്കിയോ താമാക്കിയോ എന്നാണ് സംശയം, മറ്റേ അവയവം കഴുകിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലെങ്കിൽ അതിലേക്ക് തിരിച്ചു പോകും വേണ്ട. അങ്ങനെ ഇപ്പൊ ഫർദുകളൊക്കെ കഴിഞ്ഞു. ഇനി വുളുവിന്റെ സുന്നത്തുകളാ. സുന്നത്തിലേക്കാണ് കടന്നപ്പോ കുറെ ഉണ്ടാവും. എവിടെ എത്തിയ സമയം നമ്മളെ? ആ സമയം കുറച്ചുകൂടി ഉണ്ട് അല്ലെ? സുന്നത്ത് തുടങ്ങിയേക്ക അല്ല, ഞാൻ അതിപ്പോ എവിടെ എത്തൂലല്ലോ. വസുന്ന, സുന്നത്താക്കപ്പെടും ലിൽ മുതവല്ലി, വുളു ചെയ്യുന്ന ആൾക്ക്. വുളു ചെയ്യുന്ന ആൾക്ക് പറഞ്ഞാൽ വുളു ചെയ്യാൻ ഉദ്ദേശിച്ച് ഒരുങ്ങുന്ന ആൾക്ക്. അല്ലാതെ വുളു ചെയ്യുന്നവൻ നിറയെ വുളു ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിനല്ല. സ്വലാത്തി അറിഞ്ഞ പോലെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എന്നതുപോലെ വുളു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, വുളുവിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിക്ക് സുന്നത്താക്കപ്പെടും. എന്ത് സുന്നത്താക്കപ്പെടും? തസ്മിയത്തുൻ അവ്വലുഹു, അവ്വലുഹു എന്നാ പറയുന്നത്. അതിന്റെ ഇടക്ക് ഒരു ഇസ്തിദ്റാക്ക്. അതായത് ഈ പറയുന്ന സുന്നത്ത് വലൗ ബിമാഇൻ മഅ്സൂബിൻ, മഅ്സൂമായ വെള്ളം, ഉടമക്കാരന്റെ തൃപ്തിയും സമ്മതവും ഇല്ലാതെ എടുത്ത വെള്ളം കൊണ്ടാണ് ഒരാൾ വുളു ചെയ്യുന്നത്. സാധാരണ ഹറമിലൊക്കെ നല്ല ഇഷ്ടം പോലെ മൗസൂബിങ്ങളെ കാണാൻ കഴിയും. അല്ലാഹു ആക്കട്ടെ. കുടിക്കാൻ ഫഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ലിഷുർബി ഫഖത്ത് എന്ന് എഴുതി ബോർഡ് വെച്ച സ്ഥലത്ത് പോയിട്ട് ബളവന്മാരും ബളവത്തികളും പൊരിഞ്ഞ ഒതുകൊടുക്കല്. ആ വെള്ളം മൗസൂബാണ്. ലിഷുർബി ഫഖത്ത് എന്ന് ബോർഡ് വെച്ച വെള്ളത്തിൽ നിന്ന് ജനാബത്ത് കുളിക്കലും വുളു എടുക്കലും ഹറാമാവുന്നു. ഇനി അതല്ല, വേറൊരാളുടെ മതിലും വലി ഉള്ളില് തല്ലാജ് വെച്ചിട്ട് പുറത്തേക്ക് പൈപ്പ് കൊടുക്കും. ഈ പൈപ്പിന്റെ അവിടെ എഴുതിയിട്ടുണ്ടാവും ലിഷുർബി ഫഖത്ത്. നമുക്കൊരു പൊറുതിയാടാ. എന്നാ പിന്നെ എന്താക്കും, അപ്പുറത്തെ വില്ല് ഇന്ന് പുറത്തേക്ക് ലിഷുർബി ഫഖത്ത് ബോർഡ് വെച്ച അവിടെ പോയിട്ട് ഒതുകൊടുക്കും. അത് ഹറാമാണ്, മഅ്സൂബാണ്. അതുപോലെ തന്നെ ഒരാള് ഇഷ്ടമില്ല, അയാളെ കുളത്തുനിന്നോ കിണറ്റുന്നോ നമ്മൾ വെള്ളം എടുക്കല് ഇഷ്ടമില്ല എന്ന് നമുക്ക് അറിയാം. അതോടുകൂടി നമ്മളെ പോയിട്ട് വുളു എടുക്കുന്നു, കുളിക്കുന്നു. ഇങ്ങനെ അന്യന്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ മറ്റൊരാവശ്യത്തിന് മുസബ്ബലാക്കിയ വെള്ളത്തിൽ നിന്ന് അനധികൃതമായ നിലക്ക് വുളു ചെയ്യുന്നു, അത് ഹറാമാ.
എന്നാലും ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ചെയ്യുന്ന ഉദു ഹറാമാണല്ലോ. അപ്പൊ ഹറാമായ കാര്യത്തിന് ബിസ്മി എല്ലാം പാടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഈ ഹറാമ് ഹുറുമത്ത് ലിദാത്തിഹി അല്ല ലിഗൈരിഹി ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആലുരാജിക്കൊക്കെ തിരിഞ്ഞു പറഞ്ഞിട്ട് അറിയില്ല, ചിലവർക്ക് ഇപ്പൊ തിരിയില്ലല്ലോ. ഒരു സംഗതി ഹറാമാകാൻ രണ്ട് കാരണമുണ്ട്. ആ സംഗതി ചെയ്യാന്നുള്ള നിലക്കൽ ഹറാം ഉണ്ടാവും ചിലത്, അത് ലിദാത്തിഹി ഹറാം എന്ന് പറയും. സംഗതി ഹറാമല്ല, പക്ഷേ മറ്റൊരു കാരണത്താൽ ഹറാമായി വരുന്നതാണ്. ഉദാഹരണം, വഖത്തായാൽ നിസ്കരിക്കണം, വുദു ഇല്ലാത്തവർക്ക് വുദു എടുക്കണം. വുദു എടുക്കൽ അല്ലാഹു തആല ഫർളായി കൽപ്പിച്ച കാര്യമാണ്. ആ നിലക്ക് വുദു ഇബാദത്താണ്. പക്ഷെ ആരാന്റെ സമ്മതമില്ലാതെ എടുത്തതായതുകൊണ്ട് മഅ്സൂബാണ്. മഅ്സൂബ് കൊണ്ട് വുദു എടുക്കൽ ഹറാമാണ്. അപ്പൊ വുദു ചെയ്യുക എന്ന നിലക്കല്ല ഹറാമ്, ആരാന്റെ സമ്മതമില്ലാത്ത വെള്ളം ഉപയോഗിച്ചു എന്നതുകൊണ്ട് ഹറാമ് വന്നതാ. അപ്പൊ ലിദാത്തിഹി അല്ല ഈ ഹറാമ് വരുന്നത്, ലിഗൈരിഹി ഹറാമാണ്. അതുകൊണ്ട് വുദു ഇബാദത്ത് തന്നെയാണ്. അതിന്റെ തുടക്കം എന്നുള്ളവർക്ക് ബിസ്മി അല്ല. എന്നായി ചെയ്ത ഹറാമായത് എന്താ? ആരാൻ്റെത് സമ്മതമില്ലാതെ എടുത്തു എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുടിക്കാൻ വെച്ചുകൊണ്ട് വുദു എടുത്തു എന്നുള്ളതാണ്. അത് വേറെ കാരണം കൊണ്ട് ഹറാമായതാണ്. വുദു എന്നുള്ളവർക്ക് ഹറാമല്ല, ലിദാത്തിഹി ഹറാമല്ല എന്നർത്ഥം. മാസൂബ് പിടിച്ചു വരച്ചെന്നൊന്ന് അർത്ഥം വെക്കണ്ടെങ്കിൽ വാപ്പ മാസൂബിന്. അതങ്ങനെ ഒരു വർത്താനം പറയാം. ഇപ്പൊ ഞാൻ ആ പറഞ്ഞത് നിങ്ങൾ ഹാസിലുമായി മനസ്സിലാക്കിക്കോളി. അനധികൃതമായി ഉപയോഗിക്കപ്പെടുന്നതൊക്കെ മൗസൂബ. മനസ്സിലായില്ലേ? അനധികൃതമായി ഉപയോഗിക്കപ്പെടുന്നതൊക്കെ മൗസൂബ. അതിൽ പിടിച്ചുപറി എന്ന് അച്ചോളൊന്നുമില്ല. അതിൽപ്പെട്ടതാണ് കുടിക്കാൻ വേണ്ടി നിർണയിച്ചു വെച്ച വെള്ളത്തിൽ നിന്ന് കുടിക്കാനല്ലാത്ത ആവശ്യത്തിന് ഉപയോഗിക്കുക എന്ന് പറയാൻ അനധികൃതമായ ഉപയോഗമാണത്. മർസൂബാണ്, ഒസ്ബാണ്. ഒരാളുടെ ഉടമയിലുള്ള വസ്തു അയാളുടെ അറിവും സമ്മതവും ഇല്ലാതെ, അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടമുണ്ടെന്ന ധാരണ ഇല്ലാതെ എടുക്കൽ മർസൂബാണ്. അതൊക്കെ അനധികൃതം ആണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്തു പറഞ്ഞു? തസ്മിയത്തുൻ അവ്വലഹു, തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ. ഫി അവ്വലിഹി എന്നർത്ഥം. ജസ്ഉൽ ഹാഫിദ് മൻസൂബായിട്ടാണ്. തസ്മിയത്തുൻ അവ്വലഹു ഐ അവ്വലൽ വുദൂഇ, ഫി അവ്വലിൽ വുദൂഇ, വുദൂഇന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. അത് സുന്നത്ത്. ആ ഒരു ബർക്കത്തിന് വേണ്ടിയാണ് പറയുന്നത്. ഒന്നാമത് ബിസ്മി തന്നെ. വഅഖല്ലുഹ, ഈ ബിസ്മി ചൊല്ലുന്നതിൽ ഏറ്റവും ചുരുങ്ങിയത് ബിസ്മില്ലാഹ്, ചുരുങ്ങിയ സുന്നത്ത് കൊണ്ട് കിട്ടും ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ. എന്നാൽ വാക്കുമലുഹ, ഈ തസ്മിയത്ത് ബിസ്മി ചൊല്ലുന്നതിൽ ഏറ്റവും കാമിലായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിപൂർണമായ രീതിയിലായി. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാലും അസുര സുന്നത്ത് കിട്ടും. നേരെ ബിസ്മി കൊണ്ട് തുടങ്ങുക എന്ന് പറയുന്ന സുന്നത്ത്, അടിസ്ഥാന സുന്നത്ത് കിട്ടും. പൂർണ്ണരൂപം മുഴുവൻ ചൊല്ലലാം. ഇതിപ്പോ മുഅക്കദായ സുന്നത്താണ്. എന്നിട്ട് പറയുന്നത് തെജിബു, തസ്മിയത്ത് വുജൂബാകും. എന്താ അഹ്മദ, ഇമാം അഹ്മദുൽ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബിൽ ഒരു കൗലിലിട്ട. അതൊക്കെ പിന്നെ മുതഅല്ലിമീങ്ങൾ ചെറിയ കുട്ടിയൊക്കെ ഇപ്പോ ഇത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയുമ്പോൾ അത് മതിയല്ലോ. അതായത് നമ്മൾ 10 കിതാബ് ഓതുമ്പോ ഖാലൽ മുസ്തഗ്ഫിരിയു വൽ ഹലീമിയു, മസ്അല ഇങ്ങനെ പറഞ്ഞ് നിസ്കരിക്കുന്നോടത്ത് പറഞ്ഞോടത്ത് പറയാം. മുസ്തഗ്ഫിരി എന്ന ഹോജയും ഹലീമി എന്ന ഹോജയും പറഞ്ഞിരിക്കുന്നു. യഹ്റുമുൽ ഇൽത്തിഫാത്ത് ഫി സ്വലാത്തി, നിസ്കാരത്തിൽ അങ്ങും ഇങ്ങും തിരിഞ്ഞു നോക്കൽ ഹറാമാകും. ഇപ്പൊ പറഞ്ഞത് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. എന്നാ ഷാഫി മദ്ഹബിൽ മുഅ്തമദാണോ അത്? അല്ല. എന്നാ പിന്നെ അത് പറയണ്ടേ? വേണ്ട. കാരണം എന്താ? ഷാഫി ഇമാമ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല, മുഅ്തമദാണെന്നും പറഞ്ഞിട്ടില്ല. അസ്ഹാബു ഷാഫിയത്തിൽപ്പെട്ട യോഗ്യരായ 2 ഇമാമിങ്ങളെ പേര് പറഞ്ഞു. അസ്ഹാബിൽപ്പെട്ട ആളാണ് ഇമാം മുസ്തഗ്ഫിരിയും ഇമാം ഹലീമിയും. അങ്ങനെ അസ്ഹാബിൽപ്പെട്ട 2 മഹാന്മാരുടെ വജ്ഹാണത്. ആ വജ്ഹ് ദഈഫാണെങ്കിലും കുട്ടികളുടെ ഹൃദയത്തിൽ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്ന കളിരൂപം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹറാമാണെന്ന് കുഞ്ഞുനാളിലാണ് പഠിപ്പിച്ചു വെച്ചാൽ
പിന്നെ ഫത്ഹുൽ മീൻ ഓതുന്ന സമയത്ത് ഇൽത്തിഫാത്ത് കറാഹത്താണെന്ന് പഠിച്ചാലും പണ്ട് ഹറാമാണെന്ന് പഠിച്ചാൽ പേടി അവിടെ ഉണ്ടായിക്കോളും. അങ്ങനെ ചില മനഃശാസ്ത്രപരമായ ചില പ്രയോഗങ്ങൾ മഹാന്മാരായ ഇമാമിയങ്ങൾക്കുണ്ട്. അതീ പെട്ടതാണ് ഈ പറഞ്ഞത്. ഇമാം അഹ്മദ് തങ്ങൾ ബിസ്മി ചൊല്ലൽ വുജൂബാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം അഹ്ലുസുന്നത്തിന്റെ 4 മദ്ഹബുകളിൽപ്പെട്ട ഒരു മദ്ഹബിൽ ബിസ്മി അല്ലൽ വുജൂബാന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ബിസ്മി ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളൊരു ധാരണ വരാനും അതിലൂടെ ബിസ്മി പതിവാക്കാനും സഹായകമാകും എന്ന് എനിക്ക് പറഞ്ഞാൽ മറ്റേതെന്താണെന്നറിയോ? ഹംബലി മദ്ഹബിൽ 2 ഖൗലുണ്ട്. ബിസ്മി സുന്നത്താണെന്നും വുജൂബാണെന്നും. ലാ വുദൂഅ ലിമൻ ലം യുസമ്മില്ലാഹ എന്നൊരു ഹദീസ് ഉണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ബിസ്മി ചൊല്ലൽ വുജൂബാണെന്നൊരു ഖൗലുണ്ട്. പക്ഷേ ഈ ഹദീസിന്റെ സനദ് വഈഫാണ്. സഹീഹായ സനദ് കൊണ്ട് ആ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഖൗലിൽ നിന്നിട്ട് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റുജൂ ചെയ്യുകയും തവല്ലഉ ബിസ്മില്ലാഹ് എന്ന് പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് വുദൂ ചെയ്യുവീൻ എന്ന് നബി തങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്താണ് എന്ന ഖൗലാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഹംബലി മദ്ഹബിൽ മുഅ്തമദ്. അപ്പൊ അതിൽ 2 ഖൗലുണ്ടോലോ മദ്ഹബിൽ. മുഅ്തമദായ ഖൗല് സുന്നത്താണ്. അതിന്റെ തെളിവ് തവല്ലഉ ബിസ്മില്ലാഹ്. നമ്മളും തന്നെ അതേ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ബിസ്മി ചൊല്ലണം എന്ന് പറയുന്നത് സുന്നത്താണെന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു തവല്ലഉ ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ ഇസ്മ ഉച്ചരിച്ചുകൊണ്ട് വുദൂ ചെയ്യുവീൻ എന്ന് കൽപ്പിച്ചു. അത് സുന്നത്തായിട്ട് നമ്മളെ മദ്ഹബിലും ഹംബലി മദ്ഹബിലും. പക്ഷേ ഹംബലി മദ്ഹബിൽ ലാ വുദൂഅ ലിമൻ ലം യുസമ്മില്ലാഹ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വുജൂബാണെന്നൊരു ഖൗല് നടന്നിട്ടുണ്ട്. അത് പക്ഷേ ഹദീസ് ദഈഫാണെന്ന് സ്ഥിരപ്പെട്ടതുകൊണ്ട് മുഅ്തമദല്ല ഓലെ മദ്ഹബിലും. എന്നാലും കുട്ടികളാണല്ലോ ഇപ്പൊ ഫത്വൽ മീൻ ഓതുക. അപ്പൊ ആ ഓതുന്ന കുട്ടികളെ മനസ്സിൽ വുദൂ ചെയ്യുമ്പോ ബിസ്മി അല്ലൽ വുജൂബാന്ന് ഹംബലി മദ്ഹബിലുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റാത്ത വലിയ അതായത് സുന്നത്താണ്, ഒഴിവാക്കൽ കറാത്താണെന്ന് ധരിച്ച് വിസ്മ പതിവായി ശീലിച്ചുകൊള്ളും. അതേ അതിന്റെ അർത്ഥമുള്ളൂ. അല്ലാതെ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾക്ക് ഹംബലി മദ്ഹബിൽ മുഅ്തമദായ ഖൗല് ബിസ്മി ചൊല്ലൽ സുന്നത്തേ ഉള്ളൂ എന്നത് അറിയാഞ്ഞിട്ടല്ല. ഇവിടെ ഹംബലി മദ്ഹബിനെ ഇക്കാത്ത് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ സുന്നത്ത് മുഅക്കദാണെന്ന് വരുത്താനും അതുകൊണ്ട് അത് ഒഴിവാക്കാതിരിക്കാനുള്ള ഒരു മനോഗതി കുട്ടികളിൽ ഉണ്ടാക്കി തീർക്കാനും വേണ്ടിയിട്ട് വുജൂബാണെന്ന ഖൗലിനെ ഇക്കാത്ത് ചെയ്തതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലാക്കാഞ്ഞാലേ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾക്ക് ഹംബലി മദ്ഹബില് ഒരു വുദൂന്റെ സുന്നത്തിനെ പറ്റി വരെ അറിഞ്ഞില്ല എന്നൊക്കെ ഏതെങ്കിലും പൊട്ടജാഹിലീങ്ങൾ മനസ്സിലാക്കാൻ ഇടവരും. അങ്ങനെ ഒരിക്കലും മനസ്സിലാക്കരുത്. മഹാന്മാര് ചില കാര്യങ്ങൾ ഉണർത്തുമ്പോൾ അതിന്റെ പിന്നിൽ അവർക്ക് വലിയ മഹത്തായ ലക്ഷ്യമുണ്ടാവും. അതുപോലെ കുട്ടികളുടെ മനസ്സിൽ ബിസ്മി ചൊല്ലുന്നതിനെ പറ്റിയിട്ടുള്ള ഗൗരവം ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ അത് ഒഴിവാക്കാതെ പതിവായി ശീലിക്കാനുള്ള പ്രചോദനമാവുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ലൈഫാണെങ്കിലും ഇമാം അഹ്മദ് തങ്ങളുടെ 2ാം ഖൗല് ഉദ്ധരിച്ച് പറഞ്ഞതാണ്. ആട്ടെ, വയുസന്നു ഖബ്ലഹ, എന്നാൽ ഈ തസ്മിയത്തിന്റെ മുമ്പ് സുന്നത്താക്കപ്പെടും അത്തഅവ്വുദു, അഊദു ഓതല്. നാവിന്റെ ആദ്യം പറഞ്ഞൂടെ ഇനിയോന്ന ആദ്യം 1ാമത്തെ സുന്നത്ത് അഊദു ഓതുക എന്ന് പറഞ്ഞൂടെ? 2ാമത്തെ സുന്നത്ത് ബിസ്മില്ല എന്നല്ലേ പറയേണ്ടത്? ഇത് അങ്ങനെയല്ല. 1ാമത്തെ സുന്നത്ത് എന്ന് പറഞ്ഞത് ബിസ്മി എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയാ ആ 1ാമത്തെ സുന്നത്തിന്റെ മുമ്പ് അഊദു ഓതൽ സുന്നത്തുണ്ട്. എന്താ? അതെ, അങ്ങനെ പറയാൻ കാരണം ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സുന്നത്തുകളിൽപ്പെട്ട 1ാമത്തെ സുന്നത്തായി എണ്ണി പറഞ്ഞത് ബിസ്മിയ. ഇമാം അവർകളോട് ആ 1ാമത്തെ സുന്നത്തായി എണ്ണിയപ്പോ ബിസ്മി എന്നെ 1ാമത്തത് എണ്ണി. എന്നാൽ അതിന്റെ മുഖദ്ദിമ എന്ന നിലക്ക് അഊദു ഓതൽ സുന്നത്തുണ്ട് എന്നത് വരുത്തുകയും വേണം. അതിനു വേണ്ടിയിട്ട് അത് പിന്നെ പറഞ്ഞതാ. വിസന്നു ഖബ്ലഹ അത്തഅവ്വുദു. മനസ്സിലായേ? നിഹായത്തു സൈന് ഖുറത്തുൽ ഐനിന് ജാവക്കാരനായ ഒരു ഷെയ്ഖിന്റെ ഷറഹാണ് നിഹായത്തു സൈന്. അതിൽ മൂപ്പർ ആദ്യം തന്നെ പറഞ്ഞ തന്നെ വയുസന്നു തഅവ്വുദു എന്ന് പറഞ്ഞതിന് ശേഷമാണ് മത്തിന്
അതിനൊരു വാവ് കൊടുത്തിട്ട് വതസ്മിയത്തുന്നവലഹു എന്ന് പറയുന്നത്. അവിടെ പക്ഷെ മസല ഒക്കെ ആണെങ്കിലും ഈ ഒരു അദബ് അവിടെ കിട്ടൂല. അതുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനോട് അദബ് ചെയ്യുക എന്ന നിലക്ക് ഒന്നാമത്തത് ബിസ്മിയായിട്ട് എണ്ണി, എന്നാൽ അതിന്റെ മുഖദ്ദിമ എന്ന നിലക്ക് ചെയ്യേണ്ട അഊദുവിനെ പിന്നീട് ഉണർത്തുകയും ചെയ്തു. വബഅദഹ തസ്മിയത്തിന് ശേഷം സുന്നത്താക്കപ്പെടും അഷ്ഹദത്താനി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നതും വൽഹംദുലില്ലാഹി അത്ഹൂറ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ എന്ന ദിക്റും ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പൊ അഊദും ബിസ്മി ചൊല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. ആട്ടെ, ഒരു സുന്നത്താക്കപ്പെടും ലിമൻ തറക്കഹ, ഈ തസ്മിയത്ത് ബിസ്മിയല്ലനെ ഉപേക്ഷിച്ച വ്യക്തിക്ക്, അവലഹു വുദൂഇന്റെ തുടക്കത്തിൽ ഉപേക്ഷിച്ചു എന്ന് മറന്നിട്ട് ഉപേക്ഷിച്ചാലും മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും രണ്ടായാലും സുന്നത്താക്കപ്പെടും. ബിഹാ, ആ തസ്മിയത്തിനെ കൊണ്ടുവരൽ അസ്നാഅഹു വുദൂഇനിടയിൽ. തുടക്കത്തിൽ മറന്നുപോയാൽ മാത്രല്ല, ഒരാൾ മനഃപൂർവ്വം തന്നെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയില്ല, ഓനും സുന്നത്തുണ്ട്. അല്ലെങ്കിൽ തുടക്കത്തിൽ മറന്നുപോയി, അവനും സുന്നത്തുണ്ട്. അപ്പൊ മറന്നോ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവർക്ക് സുന്നത്തുണ്ട്. ഇടക്ക് ചെല്ലുക, അതിന്റെ ബർക്കത്തിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. അസ്നാഅഹു അപ്പൊ കഴിയുന്നതിന്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ രണ്ടഭിപ്രായം. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെല്ലിയിട്ട് കാര്യമില്ല. എന്നാൽ ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് റംലി റളിയല്ലാഹു തആല അൻഹു, ഓരൊക്കെ പറയുന്നത് കഴിഞ്ഞിട്ടാണെങ്കിലും ചെല്ലാന്ന്. പക്ഷെ അപ്പൊ എങ്ങനെ വേണം? ഖായിലൻ, അവൻ പറയുന്നവനായിക്കൊണ്ട്. എന്ത് വിസന്നൂന്ന് സുന്നത്താക്കപ്പെടെ എങ്ങനെ പറയാ? ബിസ്മില്ലാഹി അവലഹു ആഖിറഹു എന്ന്, അതായത് മിൻ അവലിഹി ഇലാ ആഖിരിഹി എന്നാണ് അതിന്റെ അർത്ഥം. ഒക്കെ നസ്ഉൽ ഖാഫിദ് മൻസൂബായിട്ടാ. ബിസ്മില്ലാഹി മിൻ അവലിഹി ഇലാ ആഖിരിഹി, ഈ വുദൂഇന്റെ ആദ്യം മുതൽ അവസാനം വരെ ബിസ്മില്ലാഹ് അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. ലാ ബഅദ ഫറാഗിഹി, വുദൂഅൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം, എല്ലാം കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറുമ്പോ വുദൂ എടുക്കുമ്പോ ബിസ്മില്ലിട്ടില്ലല്ലോ, എന്നാ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് ചൊല്ലിയാൽ ആ ബിസ്മിൽ വുദൂഇൽ ബിസ്മില്ല സുന്നത്ത് കിട്ടൂല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ പക്ഷം. അത് തന്നെയാണ് തന്റെ ശിഷ്യനാവുന്ന ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പാപ്പാന്റെയും അഭിപ്രായം. ആട്ടെ, അപ്പോ ബിസ്മി തുടക്കത്തിൽ ചെല്ലണം. മറന്നുപോവുകയോ മനഃപൂർവ്വം വിട്ടുപോവുകയോ ചെയ്താൽ ഇടക്ക് വെച്ചിട്ട് ചെല്ലണം. പക്ഷെ ചെല്ലുമ്പോൾ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് ചൊല്ലണം. ഇനി വക്കതായി വുദൂഅ തന്നെയാണ് ഫീ നഹ്വിൽ അക്ലി വശുർബി വതൈലീഫി, ഭക്ഷിക്കുക, കുടിക്കുക, ഗ്രന്ഥരചന നടത്തുക തുടങ്ങിയ കാര്യങ്ങളിലും തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. മറന്നുപോവുകയോ ഉപേക്ഷിക്കുകയോ ചെയ്താൽ ഇടക്ക് വെച്ചും ചെല്ലൽ സുന്നത്താണ്. വലിക്തിഹാലി, അതുപോലെ സുർമട പോലത്തെ എന്തിനാ മിമ്മാ യുസന്നു ലഹു തസ്മിയത്തൂന്ന്, ബിസ്മി ചൊല്ലൽ സുന്നത്താക്കപ്പെടുന്ന നല്ല കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ വിട്ടുപോയാൽ ഇടക്ക് വെച്ച് ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. വിരമിച്ചതിന് ശേഷം പിന്നീട് ചെല്ലൽ സുന്നത്തില്ല എന്ന്. ഇനി പറയാണ്, എന്നാ ഒന്നാമത്തത് അഴുതുവാൻ പറഞ്ഞുകൂടേനോ, എന്നിട്ട് രണ്ടാമത്തത് തസ്മിയത്തിൽ കൂടേനോ? അതിന് ഷാഫിഈ, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നിട്ട് ഉദ്ധരിക്കപ്പെടുന്നത് വകസീരിൻ മിനൽ അസ്ഹാബി, അസ്ഹാബ് ഷാഫിയത്തിൽപ്പെട്ട ധാരാളം ഇമാമുകളിൽ നിന്നിട്ടും ഉദ്ധരിക്കപ്പെട്ടത് അന്ന അവ്വല സുനനി, വുദൂഇന്റെ സുന്നത്തുകളിൽപ്പെട്ട ആദ്യത്തെ സുന്നത്ത് അത്തസ്മിയത്തു ബിസ്മില്ലാഹി ചൊല്ലലാണ് എന്നാണ്. എന്ന് മാത്രമല്ല, ബിഹി ജസമൻ നബവിയ്യു ഫിൽ മജ്മൂഇ വഗൈരിഹി, ശറഹുൽ മുഹദ്ദബ് എന്ന മജ്മൂഇലും മറ്റും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും തന്നെ ജസ്മ ചെയ്ത് പറഞ്ഞത് ബിസ്മിയാണ് ആദ്യത്തെ സുന്നത്ത് എന്നതാണ്. അപ്പൊ പിന്നെ അഊദു അതിന്റെ മുഖദ്ദിമയായിട്ട് കൂട്ടിയാ മതി. ഒന്നാമത്തെ സുന്നത്ത് നന്നണ്ട, അതിന്റെ മുഖദ്ദിമയാണെന്ന് വെച്ചാ മതി. അപ്പൊ പിന്നെ എന്താ, ആദ്യം ബിസ്മി അല്ലാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ? ഈ ബിസ്മി നാവ് കൊണ്ട് ചെല്ലുന്ന കൂട്ടത്തിൽ നിയ്യത്ത് ചെയ്യണം.
ഇൻദോസിലിൽ യദൈനി രണ്ട് മുങ്കൈ കഴുകുന്ന സമയത്ത് എന്തിനാ നാവ് കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക, മനസ്സിൽ വുദൂഇന്റെ സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതുക, മുങ്കൈ കഴുകുക. അപ്പൊ മനസ്സ വാച കർമ്മണ ഒരേ സമയത്ത് ചെയ്യുന്ന ഇബാദത്തായി മാറും. അപ്പൊ നിയ്യത്ത് മനസ്സിലും നാവിൽ വിസ്മിയും പ്രവൃത്തിയിൽ മുങ്കൈ കഴുകലും, ഇങ്ങനെ മൂന്നുകൂടി ഒന്നിച്ചു കൊണ്ടുവരാണ് വേണ്ടത്. എന്നാ പിന്നെ നിയ്യത്ത് നാവ് കൊണ്ട് പറയാൻ സുന്നത്തുണ്ടല്ലോ, അതിന് ബർക്കത്തിന് വേണ്ടിയിട്ട് ബിസ്മിന്റെ ബർക്കത്ത് അതിനോട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമതൊന്ന് നിയ്യത്ത് നാവ് കൊണ്ട് പറയാം. കൽബിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് മുങ്കൈ കഴുകാൻ തുടങ്ങി, അങ്ങനെ ബിസ്മി ചൊല്ലിയതിന് ശേഷം വുദൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നാവ് കൊണ്ട് പറയാ. മനസ്സിലായില്ലേ? അപ്പൊ ആ ബിസ്മിന്റെ ബർക്കത്ത് ആ നിയ്യത്തിന് കൂടി കിട്ടും. അതിന് വേണ്ടിയിട്ട് വഖാല ജമ്മു മുതഖദ്ദിമൂന, എന്നാൽ മുൻഗാമികളായ ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്ന അവലഹ, ഈ സുനനുകളിൽ വെച്ചിട്ട് ആദ്യത്തെ സുന്നത്ത് അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യലാണ്. സുമ്മ ബഅദഹു, ഈ മിസ്വാക്ക് ചെയ്തതിന് ശേഷമാണ് തസ്മിയത്ത് ബിസ്മി അല്ലൽ സുന്നത്താവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? വുദൂഇന്റെ സുന്നത്ത് എന്നത് വുദൂയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ളതാ. നേരത്തെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ടെങ്കിൽ അത് സ്വന്തം ഒരു മുസ്തഖില് സുന്നത്ത് എന്ന് എണ്ണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ജമ്മു മുത്തഖദ്ദിമൂന്റെ ഖൗല് പിന്നെ അവിടെ അടുത്ത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ അത് മദ്ഹബിൽ മുഅ്തമദായതല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഷാഫി മദ്ഹബിൽ മുഅ്തമദായതല്ല, ഇങ്ങനെ ഏതാനും മുൻഗാമികളായ ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മളുടെ മദ്ഹബിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചില ഇമാമിയങ്ങൾ പറഞ്ഞണല്ലോ എന്ന് കരുതി ഇഷ്കാലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള് അതവിടെ പ്രത്യേകം എടുത്തുണർത്തിയതാ. അതനുസരിച്ച് അമൽ ചെയ്യാനല്ല. അതേ സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്പറഞ്ഞു പറ്റാണെന്നൊന്നും നമ്മൾ പറയണ്ട. അത് വുദൂഇന്റെ സുന്നത്ത് അല്ലാതെ മുസ്തഖിലും സുന്നത്ത് എന്ന നിലക്ക് ആദ്യം ഒന്ന് മിസ്വാക്ക് ചെയ്തു, എന്നിട്ട് അഴുതും വിസ്മിയും ചൊല്ലി ഷഹാദത്തും ഹംദും ചൊല്ലിയതിനോട് കൂടെ മുങ്കൈ കഴുകുകയും നിയ്യത്ത് നാവ് കൊണ്ട് പറയുകയും ചെയ്തു. അതിന് ശേഷം പിന്നീട് വരുന്ന പല്ലേക്കലാണ് വുദൂഇന്റെ സുന്നത്താവുന്ന പല്ലേക്കല്. അപ്പോ ഈ മുത്തഖദ്ദിമീങ്ങൾ പറഞ്ഞത് മദ്ഹബിൽ മുഅ്തബറല്ല എന്ന് പറയാൻ കാരണം അസ്ഹാബു ഷാഫിയത്തിൽപ്പെട്ട ജുംഹൂറും ഇമാം ഷാഫി തങ്ങളുടെ നസ്സും ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ മജ്മു ഉൾപ്പെടെയുള്ള കിതാബുകളിലൊക്കെ ജസ്മ് ചെയ്ത് പറഞ്ഞതും ബിസ്മിയാണ് ആദ്യത്തത് എന്ന് പറയുമ്പോൾ ഇത് മുസ്തഖിലും സുന്നത്താണ്, വുദൂഇന്റെ സുന്നത്തല്ല എന്ന് വെച്ചാൽ മതി. വുദൂഇന്റെ സുന്നത്താവുന്ന മിസ്വാക്കിനെ പറ്റി ഇനി പറയും. ഫറോൻ കൂട്ടത്തിൽ അതോടെയാണ് പറഞ്ഞാണ് നിർത്തുകയാണ്. ഫറോൻ തുസന്നു തസ്മിയത്തു, ബിസ്മി ചൊല്ലൽ സുന്നത്താക്കപ്പെടും, ലിതിലാവത്തിൽ ഖുർആനി, ഖുർആൻ ഓതുന്നതിന്. കുല്ലു അംരിൻ ദീ ബാരിൻ ലാ യബ്ദഉ ഫീ ബിസ്മില്ലാഹി എന്ന് തുടങ്ങിയ ഹദീസ് ഉണ്ടല്ലോ. ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഫർളായ അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട, അതല്ലെങ്കിൽ ഹലാല് അസ്ൽ മുബാഹായ നിസ്സാര കാര്യങ്ങളല്ലാത്ത ഏത് കാര്യത്തിനും പെട്ട്. അപ്പൊ ഹറാമ് ലിദാത്തിഹി ഹറാമായതോ ലിദാത്തിഹി മക്റൂഹായതോ അല്ലെങ്കിൽ സഫാസിഫുൽ ഉമൂറിൽ പെട്ടതോ ആയ കാര്യങ്ങളല്ലാത്തതിനാണ് ദീബാല് എന്ന് പറയുന്നത്. അതിനൊക്കെ ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. വലോ മിൻ അസ്നായി സൂറത്തിൻ, അത് തുടക്കത്തിൽ ഓതുമ്പോൾ മാത്രല്ല സൂറത്തിന്റെ ഇടയിൽ വെച്ചിട്ടുള്ള ആയത്തുകൾ ഓതാൻ തുടങ്ങുകയാണെങ്കിലും ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. എന്ന് പറഞ്ഞാൽ സൂറത്ത് തുടങ്ങിയപ്പോ ബിസ്മിയൊക്കെ ചൊല്ലി ഒരു 2 കഷ്ണം ഓതിയിട്ട് അവിടെ വെച്ച് ഇനി പിറ്റേന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടർന്ന് ഓതുകയാണ്. എന്നാൽ ആ ഓതുന്ന സ്ഥലത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്ത് ഉണ്ട്. ഔ ഖാരിജ ഫീ സ്വലാത്തി, നിസ്കാരത്തിലായാലും ഔ ഖാരിജ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ പുറത്തായാലും ദിക്ർ ചൊല്ലിയാൽ അല്ല ബിസ്മി ചൊല്ലി ഖുർആൻ ഓതുന്നതിന് ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. വലിയ ഗുസ്ലിൻ, അതുപോലെ തന്നെ കുളി, ഫർളായ കുളിയായാലും വേണ്ടിയില്ല സുന്നത്തായ കുളിയായാലും വേണ്ടിയില്ല. വുദൂഇന് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറയണം. വുദൂഇന് എന്നതുപോലെ കുളിക്കും സുന്നത്തുണ്ട്. തയമ്മുമിൻ, തയമ്മുമിനും സുന്നത്തുണ്ട്. ബിസ്മില്ലല്ലേ തയമ്മം ചെയ്യുമ്പോഴും
വലിയ ശുദ്ധിക്ക് വേണ്ടിയുള്ള തയമ്മാണെങ്കിലും ചെറിയ ശുദ്ധിക്കുള്ള തയമ്മാണെങ്കിലും ബിസ്മില്ലയിൽ സുന്നത്തുണ്ട്. അപ്പൊ അവിടെ എന്താ വലിയ ശുദ്ധിക്കുള്ളതാണെങ്കിൽ വലിയ ശുദ്ധി ഉയർത്തുന്നതിന് മുമ്പ് ഓതാൻ പറ്റിയ ഒരു ആയത്തല്ലേ എന്ന് സംശയിക്കേണ്ടതില്ല. ഇവിടെ ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, ഒരു ദിക്ർ എന്ന ഉദ്ദേശത്തോടു കൂടിയായതുകൊണ്ട് വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലലും സുന്നത്തുണ്ട്. വദബ്ഹിൻ, മൃഗങ്ങളെ അറുക്കുമ്പോഴും ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. അവിടെ ചെറിയൊരു സംശയം ഉണ്ടാവാം. അറക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഗതിയാണല്ലോ. ഒരു ജീവിയുടെ ജീവൻ കളയാം. നമുക്ക് ഭക്ഷിക്കാലാണെങ്കിൽ അറക്കണം, എന്നാൽ പോലും ഒരു വസ്തുവിന്റെ ജീവൻ കളയല്ലേ, ആ ഒരു റഹ്മത്തിനെതിരല്ലേ. അവിടെ റഹ്മത്തിന്റെ കെലിമത്താവുന്ന ബിസ്മില്ലൽ എങ്ങനെയാണ് എന്ന് സംശയാക്കേണ്ടതില്ല. മൃഗങ്ങൾക്ക് ഏതായാലും ജീവൻ വേണം, മരിക്കണം, അതെങ്ങനെയാവാം. എന്നാൽ അതിൽ ഏറ്റവും സൗകര്യപ്രദമായ മരണമാണ് അറവ് എന്ന് പറയുന്നത്. പെട്ടെന്ന് അൽക്കും വരിയും മറയുന്നത് കൊണ്ട് വേദനയും വെപ്രാളവും അറിയാതെ പെട്ടെന്ന് മരിക്കുന്നു. അപ്പൊ ആ നിലക്ക് ജീവൻ പോകലാലും കൂടാതെ കഴിയൂല. കൂട്ടത്തിൽ ഏറ്റവും കാരുണ്യത്തോടു കൂടിയുള്ള ജീവൻ പോകലാണ് എന്നതുകൊണ്ട് അറവിന്റെ തുടക്കത്തിലും ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. ഞാൻ അവിടെ നിന്നോട്ടെ. മതി, ഒരുപാട് മതി. ഇൻഷാ അല്ലാഹ് ബാക്കി റബ്ബ് തൗഫീഖ് ചെയ്താൽ തുടർന്നുള്ള ക്ലാസ്സിൽ